അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അതെന്താ സംഭവം? അത് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും മത്സരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഏത് പാർട്ടി. റിനി ജോർജ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ചേച്ചി കുറെ നാൾക്ക് ശേഷം ഇപ്പൊ തന്നെ രംഗത്ത് വന്നിരിക്കുക റിനി ചേച്ചി. ഒരുപാട് സന്തോഷമുണ്ട്. റിനി ചേച്ചിയെ കാണാൻ പറ്റിയില്ല. എവിടെ ആയിരുന്നു? മുങ്ങിപ്പോയേക്കുമായിരുന്നല്ലേ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും ഞാൻ, ഇനിയും നാ ഉയർത്തു എന്ന് പറഞ്ഞിട്ട് പോലും നിന്റെ ഒന്നും സംസാരമോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഈ അടുത്ത സമയത്ത് ഒരു 16 വയസ്സുകാരി കൊച്ചിനെ ഒരു മോട്ടിവേഷൻ നടത്തുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരുത്തനൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചില്ല? റീച്ചുള്ള കാര്യത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അത് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നല്ലോ റിനി. ഓക്കെ, റിനിയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്, ഇടയ്ക്കൊക്കെ വന്ന് കമന്റ് ഇടാറുണ്ട്. എന്തായാലും റിനിയുടെ പുതിയൊരു വീഡിയോ കാണാനായിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ചുതരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കണം റിനിയെ കുറിച്ചുള്ളത്. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ ഒന്ന് കൊടുത്തേക്കുക എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, രാഹുൽ ഇലക്ഷന് നിന്ന് ജയിക്കണം എന്ന ആഗ്രഹമുള്ളവർ ലൈക്കും കൂടെ ചെയ്തേക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊന്ന് പോവാം. എന്തായാലും റിനി ചേച്ചി കുറെ നാൾക്ക് ശേഷം കാണാൻ പറ്റി. ഷഹനാസിന്റെ അവസ്ഥ എല്ലാവരും അറിഞ്ഞല്ലോ, അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇനി ചേച്ചിയുടെ എന്തൊക്കെയാണെന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചിയുടെ എൻട്രി ഒക്കെ ഒന്ന് കാണാവേ. ഹായ്. ഹായ്. ഇപ്പൊ പിന്നെ ഓൺലൈൻ മീഡിയക്കാരാണല്ലോ. കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വരെ അങ്ങ് എടുത്തു പോകും. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചില്ല. ഇവിടെ കടയുമ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, ചിലപ്പോൾ കൂടി വേനമായിരിക്കും വരുന്നത്. അതുകൊണ്ട് അങ്ങ് വിഴുങ്ങിപ്പോയതെന്ന് കരുതിയാൽ മതി. ഇനി ചേച്ചിയുടെ പ്രസംഗത്തിലോട്ട് നമുക്ക് പോവാം. ഒരു കാര്യം കൂടെ, റിനി ശരിക്കും മാരീഡ് ആണോ? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. ശരിക്കും മാരീഡ് ആണോ എന്തുകൊണ്ടാണ്? ഒരിക്കലും നീ കല്യാണം കഴിക്കരുത് മോളെ. സത്യം പറയല്ലോ, നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം നല്ലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും. കാരണം ഇവരെന്താ പറയുന്നതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് പറയുന്ന കേട്ടാണ് ബീക്കിനിട്ട് നടക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ നടക്കണം, മറിച്ച് നടക്കണം. പിന്നെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ, ഒരു പെണ്ണും ഒരാണും കൂടെ റൂം എടുക്കുകയാണെങ്കിൽ പെണ്ണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹഗ്ഗിങ് കിസ്സിങ് മാത്രം. അങ്ങനെയാണ് പെണ്ണുങ്ങൾ റൂം എടുക്കുന്നതെന്നാണ് ചേച്ചി പറയുകയൊക്കെ ചെയ്തത്. അന്വേഷിച്ച് പോകുമ്പോഴറിയാം കഥകളൊക്കെ എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ്. ബാക്കി കൂടെ പറ, കേക്കട്ടെ. മാരീഡ് ആണോ അല്ലേ എന്ന് ചോദിച്ചാ പോരെ. എന്താണ് അങ്ങനെ ഒരു ചോദ്യം? കമന്റ് സെക്ഷൻ പറയുന്നുണ്ട് മാരീഡ് ആണോ അല്ലേ എന്നൊക്കെ. ട്രോളുകളിൽ ഒരുപാട് വരുന്നുണ്ട്. അത് ഞാനെന്തോ പരാതിക്കാരിയാണെന്ന് വിചാരിച്ച ആൾക്കാർ പറയുന്നതാണ്. ഞാനാണ് പരാതി കൊടുത്ത പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പരാതിക്കാരികൾ മാരീഡ് ആണ് എന്നൊക്കെ വാർത്തകൾ വന്നിട്ട് അപ്പൊ ഞാൻ ആയിരിക്കും പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പറയില്ല. ഞാൻ മാരീഡ് അല്ല, ഞാൻ പരാതിക്കാരിയുമല്ല, ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടുമില്ല, ഞാൻ ഒരാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുമില്ല. എനിക്കിനകത്ത് യാതൊരു വിഷയവുമില്ല. ഐ എം നോട്ട് ആൻസറബിൾ ആക്ച്വലി. പറയുന്നത് പച്ചക്കള്ളം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട് കൊടുക്കുമായിരുന്നു ഇവള് ചെയ്തത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലായിരുന്നു. 5-6 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂ കൊണ്ട് കൊടുത്തു. ഇവളെ ഒരു ഈച്ച പോലും അറിയാത്തൊരു ഇതായിരുന്നു. ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിലെ ഒരു പോർഷൻ മാത്രം എടുത്ത് അത് ന്യൂസുകാർ വന്നിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മുൻകൂട്ടി ഇവളെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതേ ഒരു പോർഷൻ വെച്ചിട്ട് ഇവർ പണി തുടങ്ങിയത്. വലിയ വലിയ ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഇവളിപ്പോ വന്നിട്ട് പറയുന്നത് കേട്ടില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം. നാണം കെട്ട വർഗം എന്നേ ഞാൻ എടുത്ത് പറയത്തുള്ളൂ. നാണം കെട്ട വർഗം, നാണം കെട്ട വർഗം. അല്ലാതെ എന്താ പറയാനാണ്? ഒരുത്തന്നെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്നിട്ട് ഓരോ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഓരോ പെണ്ണ് കേസിലും വന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഇരുന്ന് എന്താ പറയണ്ട ഉള്ള ഇന്റർവ്യൂ കൊടുക്കാനും ഈ മീഡിയക്കാരുടെ മുമ്പിൽ ഇരുന്ന് കൊണയടിക്കാനും ഒക്കെ നിനക്ക് നാണമാനൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അന്തസ്സുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ നീ കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ ആരെ പേര് പറഞ്ഞില്ലെന്ന്. നീ പിന്നെ എന്തിനാ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? ഇവളെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്? സ്ട്രോങ് ലേഡി എന്നൊക്കെ എല്ലാവരും പറയുകയൊക്കെ ചെയ്ത്. ഇപ്പം ഇവർക്ക് എതിരായപ്പോഴത്തേക്ക് ഇവൾ നൈസായിട്ട് മുങ്ങി. അവൾക്ക് 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. 10 കോടി. ചേച്ചി നൈസായിട്ട് പൊടി തട്ടി ഞാൻ പോവുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത്. ഇളക്കം പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു വൈരാഗ്യമോ വിദ്വേഷമോ അല്ല. എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇപ്പൊ 2026 ഇലക്ഷൻ വരുമ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി ആവുമ്പോഴും നീ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം കമ്മ്യൂണിസ്റ്റുകാർക്കാണല്ലോ. അച്ഛൻ പച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ല പച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോക്ക് കോൺഗ്രസിലും അവിടെ ഇവിടെ നമ്മുടെ വി ഡി സതീശന്റെ പൊന്നുമോള
വി.ഡി. സതീശന്റെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവളായിരുന്നെങ്കിൽ ഇന്ന് എത്ര വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പോലും ഒരു പോസ്റ്റ് പോലും ഇവർക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇവൾക്കൊക്കെ അവളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, സ്വന്തം റീച്ചിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ. അങ്ങനെയല്ല പറയണം. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും മത്സരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഏത് പാർട്ടിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി ആ വ്യക്തി മത്സരിക്കരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി മത്സരിക്കരുത് ഇന്നൊരാൾ മത്സരിക്കുക, അങ്ങനെയല്ല. ഇത്തരത്തിൽ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ അങ്ങനെ മത്സരിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതിപ്പോ ഓരോ പാർട്ടികള് ഓരോ ഇങ്ങനത്തെ ആളുകളെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. യോജന ഇവിടെ ആർക്ക് വേണം? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു MLA ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ വ്യക്തി വേറൊരാളുമായിട്ട് പൊക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്കൊപ്പം ഒന്നും പറഞ്ഞിട്ട് അവിടെ പ്രോഗ്രാമിൽ പോയി പങ്കെടുത്തവളാണ് ഇവള്. പിന്നെ ഈ പറയുന്ന മുകേഷ് ML, പിന്നെ അതുപോലെ തന്നെ ഗണേഷ്, ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കൊച്ചുമോള്. ഇവരൊക്കെ ഇതിന്റെ അപ്പുറം തോന്നിവാസങ്ങൾ കാണിച്ചവന്മാരല്ലേ? ആണോ അല്ലയോ? എന്റെ പൊന്ന് റെനി, എങ്ങനെ സാധിക്കുന്നു? ഓന്ത് മാറുമോ ഇതുപോലെ നിറം? ഏറ്റവും കൂടുതൽ വന്ന കമന്റ് സെക്ഷനാണ് ഇത് വിവാദമാവാൻ അല്ലെങ്കിൽ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്ന്. അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആളുകൾ ഓരോന്ന് കമന്റ് ചെയ്യുന്നു, അവരവരുടെ അഭിപ്രായത്തിന് വേണ്ടി കമന്റ് ചെയ്യുന്നു. അവരുടെ അഭിപ്രായം എങ്ങനെയായിരിക്കാം, അതിനകത്ത് ഞാനൊന്നും പറയാനില്ല. എനിക്ക് എന്റെ മനസ്സാക്ഷിയുടെ ബോധ്യമുണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചത്. ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നോ ചെയ്തത്? അല്ല, അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എന്തിനാണ് എന്തായാലും ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കുറെ ഹേറ്റർ ഉണ്ടാവും, കുറെ എതിർപ്പുകൾ ഉണ്ടാവും, ആജീവനാന്ത ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ അല്ലാണ്ട് എന്ത് ഗുണം അതിനകത്തുള്ളത്? പബ്ലിസിറ്റി എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി. ഇതിപ്പോ കുറെ നെഗറ്റിവിറ്റി ഒക്കെ വന്നല്ലോ, അങ്ങനെ കിട്ടണമായിരിക്കണോ? അല്ലെങ്കിൽ സത്യം, ഈ ഒരു പെണ്ണിനെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും വെറുത്ത്, ഈ ഒരു വിഷയത്തിലെ ശരിക്കും വെറുത്ത്. കാരണം പറഞ്ഞ ഓരോ തോന്നിവാസങ്ങളും ഓരോ പ്രവൃത്തികളും അവൾ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവളെല്ലാം തികഞ്ഞെന്നുള്ള ഇതായിരുന്നു. ഇപ്പൊ നേരത്തെ ഒരു സിനിമയിലെ കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് പോയ ഒരു പെണ്ണായിരുന്നു, ഇപ്പൊ അതും ഇല്ലാത്ത അവസ്ഥയായി. ആൾക്കാർ വെറുത്ത് തുടങ്ങാന്ന് പറയുന്ന അത്ര നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. താൻ കുഴിച്ചു കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയാം. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ഇല്ലാണ്ടാക്കി കളഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല. പാലക്കാടിലെ ജനങ്ങളെ ഏറ്റുപിടിക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റുപിടിക്കും, ഉറപ്പാണ്. റിനി പെട്ടുപോകും. സീരിയസ്ലി ഞാൻ പറയല്ലോ, റിനി പെട്ടു. ഇനിയിപ്പം റിനിയെ ഇലക്ഷന് നിർത്താൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ട്. ചുമ്മാ അതും റിനി സീറ്റ് കൊടുത്ത ചോദിച്ചെന്നും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഉൾപ്പുള്ളവരാരും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവള് ഇന്ന് ഇട്ടാലേ പൊട്ടി പോകത്തേ ഉള്ളൂ. പിന്നെ പേരിന് മാത്രം ഇലക്ഷന് നിന്നു എന്ന് മാത്രം ഒരു ഇത് മാത്രം കാണും, അല്ലാതെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആട്ടാ, ബാക്കി കൂടെ പറ. ഇതിപ്പോ കുറെ നെഗറ്റിവിറ്റി ഒക്കെ വന്നല്ലോ, അങ്ങനെ കിട്ടണമായിരിക്കണോ? അല്ലെങ്കിൽ നമ്മളിത് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പൊ കമന്റ് അല്ല വിഷയം, ഒരു നമ്മളൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫെയിം കിട്ടിയിട്ട് എന്തായാലും ഞാൻ എന്റെ ഒരു പ്രശ്നം അത് എന്റെ ഇന്റർവ്യൂവിൽ സംസാരിച്ചു. അതെങ്ങനെയോ വൈറലായതാണ്. അല്ലാതെ ഞാനൊരു സ്ഥലത്തും പോയിട്ട് പത്രസമ്മേളനം വിളിച്ച് ആരോട് സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നെ വിളിച്ചൊരു ഇന്റർവ്യൂവിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വിഷമം പറഞ്ഞു. അതിൽ ഞാൻ ആരുടെയും പേര് പറയോ ആരെങ്കിലും പാർട്ടിയെ കുറിച്ച് പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതെങ്ങനെയോ ഒരു വിവാദമായി അത്തരത്തിലേക്ക് അത് മാറി എന്ന് മാത്രമേ. മുഖത്ത് നോക്കി സംസാരിക്കുക റിനി, മുഖത്ത് നോക്കി സംസാരിക്കുക. ആ ഒരു ഇന്റർവ്യൂവിന് ഒട്ടും വ്യൂ ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്നിട്ട് അതിന്റെ കറക്റ്റ് പോർഷൻസ് മാത്രം എടുത്തുകൊണ്ട് പോയി ഇവിടുത്തെ ന്യൂസുകാരെടുത്ത് വിടുമ്പോൾ തന്നെ ഊഹിക്കാന്നേ ഉള്ളൂ. കാരണം ഞാനിവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്, എനിക്കറിയാം എങ്ങനെയൊക്കെയാ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് നൈസായിട്ട് ഇവിടെ കൊണ്ട് ചെയ്യിച്ച് ആ ഒരു പോർഷൻ, ചില ആൾക്കാർ അങ്ങനെ കൊച്ചൊരു സാധനം കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് ഇടുകയും ചെയ്യുക, എന്നിട്ട് ഇന്നാണ് വിളിച്ചിട്ട് ഇന്ന സാധനം അവിടെ കിടപ്പുണ്ട്, അത് നൈസായിട്ട് അത് പൊക്കിയിട്ടെടുത്ത് അടുക്കി എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ഇവിടെ സംഭവിക്കുകയും ചെയ്തത്. എൻ്റെ പൊന്നു മോളെ, വീട്ടിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ വിറ്റ കാശ് ഇവിടെ നമ്മളെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മോള് കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. ഓക്കെ. മലയാള സിനിമയിൽ എന്തെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ടോ? ഇപ്പം നിലവിൽ അങ്ങനെ പുതിയ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അതിലേക്ക് ഒരു എന്റെ ഫോക്കസ് മാറിപ്പോയി. ആക്ച്വലി കുറച്ചും കൂടി മൂവിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബോൾഡായിട്ട് നിൽക്കുന്നവരുടെ അവസ്ഥ അറിയാമല്ലോ, എങ്ങനെയാണ് ഇൻഡസ്ട്രീസ് കാണുന്നത്. സോ അങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുന്നുള്ളത് അറിയില്ല. ബട്ട് ഐ എം ഹാപ്പി. നമുക്കറിയാം ഇതാണ് എന്തായാലും വിട്ടുവീഴ്ചകൾ ചെയ്ത് അത്തരത്തിൽ നിന്നുകൊണ്ട് ഒന്നും നേടാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെയായാലും എനിക്കിതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ടെൻഷനും വിഷമൊന്നുമില്ല. വിചാരമുണ്ട് എല്ലാം വിട്ടുവീഴ്ച, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ. എന്തായാലും നിന്റെ അടുത്തോട്ട് ഒരാൾ വരൂല, 100% ഉറപ്പാണ്. കാരണം ഒരാളുടെ സംസാര രീതി കൊണ്ട് ഈ നമ്മൾ ഏത് അയലത്തോട്ട് പോകരുതെന്ന് ചില ആൾക്കാരുടെ അടുത്തോട്ട് നമ്മൾ പോകാൻ താല്പര്യം കാണിക്കത്തില്ലല്ലോ. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്ത്രീ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇവരുടെ സംസാര രീതികളും അറപ്പ് തോന്നിപ്പോകുന്ന കുറേ നിമിഷങ്ങളുണ്ട്. മീൻസ് ഓരോ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ പോലും പറയുന്ന ഓരോ വാചകങ്ങളാണെങ്കിൽ പോലും ഇവളൊക്കെ എന്ത് സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത്, എന്ത് കോപ്പ കൊടുക്കാൻ പോകുന്നത്?
അപ്പൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പുച്ഛമേ ഉള്ളൂ കേട്ടോ, വെറും പുച്ഛം മാത്രം. ആ ട്രോൾ വന്ന സമയത്ത് ഒരുപാട് പേര് ആദ്യം റിനീനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചു. പിന്നെ ഓപ്പോസിറ്റ് ആള് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് വീണ്ടും ആ ഓപ്പോസിറ്റ് ആള് സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചു. അപ്പം ഈ ട്രോളുകൾ ആ കമന്റ് സെക്ഷൻ വായിച്ചിരുന്നോ? ഏറ്റവും കൂടുതൽ എന്താ തോന്നിയ കമന്റ് സെക്ഷൻ വായിച്ചപ്പോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. കാരണം സ്ത്രീകൾ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഒരു പ്രശ്നം പറയുമ്പോൾ അതിനെ സ്വാഗതാർഹമായിട്ട് എടുക്കുന്ന ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ വന്നെങ്കിലും പിന്നീട് എനിക്ക് തോന്നുന്നു ചില PR വർക്കുകളും ചില കാര്യങ്ങളൊക്കെ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി പറയുന്നത് എന്തോ PR വർക്ക് എന്നാണ്. കേരളത്തിലെ ജനങ്ങളാണ് നിനക്കെതിരെ സംസാരിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കമന്റ് ബോക്സിൽ നിനക്കിട്ട് പഞ്ഞിക്കിട്ടത്. ഓരോ വ്യക്തികളും രാഹുലിന്റെ തെറ്റുകൾ നമ്മളും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ചെയ്ത ഒരു തെറ്റും കാര്യങ്ങളും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് രാഹുൽ ഓക്കെ ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അദ്ദേഹം MLA ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പക്കയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലാണ് മൂന്നാമത്തെ യുവതിയുടെ ഒരു വിഷയം വരുന്നത്. അതും ഈ MLA ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇതായിരുന്നു. ഇലക്ഷനായി കഴിഞ്ഞ് അവൻ നല്ല നിലയിലോട്ട് എത്തിക്കൊണ്ട് വരുമ്പം ഇവിടെ പോലുള്ളവന്മാരൊക്കെ രംഗത്ത് വരികയും ചെയ്യും, പഴയ കേസ് കെട്ടിട്ട് കുത്തിപ്പോക്കുകയും ചെയ്യും. എന്നിട്ട് ഇപ്പോൾ കമന്റ് ബോക്സിൽ നിനക്കൊക്കെ ആറാട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അനുഭവിക്കും. അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഇപ്പം ഇറങ്ങുന്നില്ല, എന്തുകൊണ്ട് ഇപ്പം സംസാരിക്കുന്നില്ല? സ്ത്രീകളൊക്കെ ഉണ്ട്, ഞാൻ ഇനി സംസാരിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇതുപോലെ ഏതെങ്കിലും മീഡിയക്കാരെ വിളിച്ചിട്ട് പറയും ഇന്ന ദിവസം ഞാനിവിടെ വരികയും ചെയ്യും, അപ്പം നിങ്ങൾ എൻ്റെ ഇത് എടുക്കണേ എന്നൊക്കെ വിളിച്ച് വലപ്പം പറഞ്ഞു വന്നതായിരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അതെന്താ സംഭവം? അത് ഞാൻ ഷാഫിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടതാണ്. ഞാൻ എല്ലാ കൊല്ലം ഷാഫിക്ക് ബർത്ത്ഡേ വിഷ് ഇടാറുണ്ട്. എനിക്ക് അറിയുന്ന ഒരാളാണ് ഷാഫിക്ക. അങ്ങനെ ബർത്ത്ഡേ വിഷ് ഇട്ടതാണ്. പക്ഷെ അതും ട്രോളായി. ഷാഫി പറമ്പിലൂടെ മുമ്പേ പരിചയമുണ്ടോ? ഉണ്ട്. നേരത്തെ തന്നെ പരിചയമുണ്ട്. ഞാൻ 2023 കൂടി എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയുന്നതാണ്. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും വിഷ് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം വിഷ് ഇട്ടു. അത്രേ ഉള്ളൂ. ൗവിന്റെ ഒക്കെ ഇത് കൊടുത്തിട്ട് ഇടുകയൊക്കെ ചെയ്ത് എന്റെ പൊന്ന് ഷാഫിക്ക, നിങ്ങൾ പെട്ടുപോകാഞ്ഞത് ഭാഗ്യം. സത്യം അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി ഷാഫിയുടെ ജീവിതം പോയി, ഷാഫിക്ക് 18ന്റെ പണി കിട്ടാൻ പോവാണ് ഇവള് കാരണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു മൊത്തം വന്നുകൊണ്ടിരുന്നത്. ഇത്രയും വിവാദമാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല. അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ച് കമന്റുകൾ നെഗറ്റീവ് വരും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷെ അതല്ലാണ്ട് ചാനൽസ്, എനിക്ക് ഏഷ്യാനെറ്റ്, മനോരമ അടക്കമുള്ള ചാനൽസ് വരെ അത് അവരുടെ ഓൺലൈനിൽ ന്യൂസ് ആക്കിയാണ്. അതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഞെട്ടിപ്പോയത് കണ്ടപ്പോ. കാരണം ജസ്റ്റ് ഒരു ബർത്ത്ഡേ വിഷ് ഇടുന്നതൊക്കെ ഒരു ന്യൂസ് ആകുന്നു എന്ന് പറയുമ്പോൾ അതെനിക്കൊരു അതിശയമായിട്ട് തോന്നുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയില് റിനിയുടെ ഒക്കെ ഒരു കേസ് കേട്ട് വന്ന ആൾക്കാരെടുത്ത് നല്ല രീതി കാണും, നല്ല രീതി പഞ്ഞിക്കിടാൻ തോന്നും. റിനി ഇപ്പൊ ഷാഫിയുടെ കൂടെ നിന്നാലും ആൾക്കാർ ഷാഫി മോനെ നീ പോയി രക്ഷപ്പെടാൻ മോനെ എന്നേ ആൾക്കാർ പറയത്തുള്ളൂ. അത് അങ്ങനെയാണ്. കാരണം അത്രയ്ക്ക് ആൾക്കാർ വെറുത്തുപോയ ഒരു കേസ് കേട്ടാണ് ഈ ഒരു സ്ത്രീയുടെ ഒരു കാര്യം. ഓക്കെ ചേച്ചി, ഇനി അടുത്ത പറ. ലൈഫിന്റെ രീതിക്ക് പോവാണെങ്കിൽ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഫാഷൻ ആണോ, മോഡലാണോ, ആക്ടിംഗ് ആണോ, ആങ്കറിംഗ് ആണോ, എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഞാൻ ആങ്കറിംഗ് കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആക്ടിംഗ് ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. പിന്നെ ഞാനൊരു മൂവി ചെയ്തിരുന്നു. അതിനുശേഷം മൂവി ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടുപോയതുകൊണ്ട് അങ്ങനെ കരിയർ ഫോക്കസ് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പോയല്ലോ. അപ്പൊ ഇനി കരിയറിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അല്ല, നിന്നെ ആരെങ്കിലും സിനിമയിൽ എടുക്കൂ? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക. ഇനി എനിക്ക് തോന്നുന്നില്ല. അന്ന് ആ സിനിമ ഒരു പക്രുവിന്റെ ഒരു പടത്തിനകത്താണ് ഈ പെണ്ണ് അഭിനയിക്കുക കണ്ട് ചെയ്തത്. പിന്നീട് പക്രു ആണെങ്കിൽ പോലും കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല റിനിയെ. കാരണം അവർക്ക് പോലും ഒരു അറപ്പാവുന്ന രീതിയിലായിപ്പോയി കാര്യങ്ങളൊക്കെ. കാരണം സോഷ്യൽ മീഡിയ മൊത്തം രാഹുലിനെ വധിച്ചതിനെ തുടർന്ന് ഇവർക്ക് അതുപോലെ സൈബർ അറ്റാക്കും കാര്യങ്ങളുമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം ഒരുത്തന്റെ ജീവിതമല്ലേ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. 4-5 മാസം കൊണ്ട് ഓരോ യുവതികളെ ഇവൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി നിനക്ക് സിനിമ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. ചില ആൾക്കാർ അന്നേരത്തെ ഫെയിമിന് വേണ്ടി ഓരോ തോന്നിവാസങ്ങൾ കാണിക്കൊണ്ടു. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ജീവിതം ഇനിയും മുന്നോട്ട് ഒരുപാട് കിടപ്പുണ്ടെന്ന്. പക്ഷെ നീ ഇതൊന്നും ആലോചിക്കാത്തതിന്റെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവാദം കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ കുറെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിത്വമുള്ള സ്ത്രീകളോട് പൊതുവെ ഒരു വിമുഖത പുലർത്തുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അതായത് ഏത് ഫീൽഡിലാണെങ്കിലും സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒപ്പീനിയൻസ് പറയുന്നതിനോടൊന്നും പൊതുവിൽ യോജിക്കാത്ത ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് ഈ ഫീൽഡുകളെല്ലാം തന്നെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ബാധിക്കും. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ഒന്നും നേടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് വിട്ടുവീഴ്ച നീ പറയുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിനിടെ ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. 24 അവറായപ്പം രാഹുലിന്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അതേ റിനി തന്നെ ഈ പറഞ്ഞ രാഹുലിനെ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് ടെലിഗ്രാം സീക്രട്ട് ചാറ്റില
വന്ന് ചാറ്റ് ചെയ്യുമായിരുന്നു, കോള് ചെയ്യുമായിരുന്നു. എൻ്റെ റിനി എന്താ അങ്ങനെ ഒരു പറയുമ്പം ഒരുപാടുണ്ട് റിനിയുടെ കഥകൾ ഒരുപാടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആദ്യം സ്വയം നന്നാവ്. വിട്ടുവീഴ്ചയുടെ കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറയുന്നൊന്നുമില്ല. നീ അതിനെക്കുറിച്ച് ഇട്ട് വലിയ പുണ്യാളത്തിയാവൊന്നും വേണ്ട. സംസാരിച്ചു പോവുകയാണെങ്കിൽ റിനി പെടുന്ന ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇലക്ഷനാണ് വരുന്നത്, എന്താണ്? ഇലക്ഷൻ വരുമ്പോ കാൻഡിഡേറ്റ്സിനാണല്ലോ അത് ഇമ്പോർട്ടൻസ് ഏറ്റവും. പിന്നെ നമ്മളെപ്പോലുള്ള ജനങ്ങളും വളരെ ഉത്സുകരായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നൊന്നുമില്ല. കാരണം നമുക്ക് പറ്റിയ മേഖലയാണോ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ജനങ്ങൾ എന്നുള്ളൊരു ഇതുണ്ട്. 100% കേരളത്തിലെ ജനങ്ങൾ റിനി ആക്സെപ്റ്റ് ചെയ്തില്ല. റിനി അതുകൊണ്ട് റിനി ആ ഒരു കാര്യത്തിലോട്ട് പോവുകയും ചെയ്യരുത്, എൻ്റെ അപേക്ഷയാണ്. കാരണം ഒരു 100 വോട്ട് കിട്ടുമായിരിക്കും അങ്ങനെ പോയാലും. 100 വോട്ട് കിട്ടും, അത് ഉറപ്പാണ്. കാരണം നിന്നെ പോലെ ഒരുപാട് വിവരം കെട്ടവന്മാരൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ ഉറപ്പായിട്ട് 100 വോട്ടെങ്കിലും കിട്ടാതിരിക്കത്തില്ല എൻ്റെ റിനി. കഷ്ടം. സീറ്റ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ആര് തരും സീറ്റ്? നിങ്ങൾ കണ്ടോ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുവാണെങ്കിൽ അവർക്ക് താങ്ങിപ്പോവും. എന്നിട്ട് സഖാവ് പിണറായിയുടെ സ്റ്റാറ്റസ് ആയിരിക്കും ഇവിടെയൊക്കെ ചെയ്യുന്നത്. കാരണം അവള് ഒരു സ്റ്റാൻഡില്ലാത്തൊരു പെണ്ണാണ്. നമുക്ക് മനസ്സിലാക്കുക, ഈ അടുത്ത സമയത്ത് തന്നെ മനസ്സിലായ കാര്യങ്ങളൊക്കെ. പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ജനങ്ങൾ എന്നുള്ളൊരു ഇതുണ്ട്. ബോൾഡ് മോഡേൺ ഒക്കെ ആയിട്ടുള്ള ലേഡീസിനെ അങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലല്ലോ നമ്മുടെ. ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇലക്ഷന് നിന്ന് ചുരിദാർ എടുത്ത് സാരി എടുത്തൊക്കെ നിൽക്കാൻ അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. നീയാണോ ബോൾഡ്? എന്തോ ബോൾഡാ? സ്ത്രീകൾ ബീക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്നതിനൊക്കെ നോർമലായിട്ട് കാണണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇവിടുത്തെ ബീച്ചിലൊക്കെ. കേരളത്തിലെ അമ്മമാരൊക്കെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവള് കൊടുത്ത ഒരു ബോൾഡാണ്. പിന്നെ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ റൂം എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്? ഒരു സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഒരു ഹഗ്ഗിങ്ങോ അല്ലെങ്കിൽ ഒരു കിസ്സിങ്ങോ. ഇതൊക്കെയാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ, സംസാര രീതികളൊക്കെ. കഷ്ടം. ജയിക്കും 140 മണ്ഡലം ഉള്ളത്. 140 മണ്ഡലത്തിൽ LDF എത്ര, UDF എത്ര, BJP എത്ര, അങ്ങനെ വല്ല കാൽക്കുലേഷൻ മനസ്സിലുണ്ടോ? അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ മാതിരി ഒന്നും ഞാൻ ഭയങ്കര രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ആളൊന്നുമല്ല. ഇത്ര സീറ്റ് എന്നൊക്കെ പറയാനും മാതിരി അത്രയും രാഷ്ട്രീയ പരിജ്ഞാനമൊന്നും എനിക്കില്ല. ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് UDF സർക്കാർ വരും എന്നാണ് പൊതുവെ ജനങ്ങൾ വിലയിരുത്തുന്ന എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. കാരണം കേരള രാഷ്ട്രീയമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയം. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതും കോൺഗ്രസിന് വേണ്ടി നിലപാടുകളൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരു വ്യക്തിക്ക് അതങ്ങോട്ട് ഉറപ്പില്ലേ? കോൺഗ്രസ് ആ ഭരണത്തിനെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കടി ഇനി ആദ്യം. കഷ്ടം. അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റിന് ഭരണം കിട്ടി അങ്ങോട്ട് ചാടാനിരിക്കുന്ന നാറികളാണ് ഇവളും. ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ എന്തായാലും ഇവക്കിട്ട് ഒരു വില വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നടക്കട്ടെ. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഇവർക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറുപടി കൊടുക്കുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇവളെ കുറിച്ച് സംസാരിക്കുമ്പോൾ. നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും എന്നറിയാം. എന്തായാലും നമുക്ക് പോവാം. ബൈ, ലവ് യു ഓൾ.